ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് റിട്രീവൽ ക്വറീസ് ഇൻ SQL എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ ഡേറ്റാബേസിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ റിട്രീവ് ചെയ്യാനുള്ള ഒരു ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. SQLലുള്ള ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. പ്രൊജക്ഷൻ, സെലക്ഷൻ, ജോയിൻ എന്നിവയൊക്കെ അതിൻ്റെ കുറച്ച് കേപ്പബിലിറ്റീസാണ്. ഇപ്പം നമുക്കൊരു ആ ടേബിളിൽ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് റോസിനെ ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് നമ്മൾ കുറേ എക്സിക്യൂട്ട് ചെയ്ത് നമ്മളത് ഒരു റിസൾട്ട് ആയിട്ട് ടേബിളായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെലക്ഷൻ കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആ ടേബിളിലുള്ള എല്ലാ കോളംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട, സ്പെസിഫൈഡ് ആയിട്ടുള്ള കോളംസ് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും ഈ സെലക്ട് ക്വറി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നതും ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. ഇതെന്ന് പറയുന്നത് പ്രൊജക്ഷൻ കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം അതിൽ കൂടുതലോ ടേബിൾസ്, ആ ടേബിൾസിലുള്ള ഡേറ്റാസ്, ആ ടേബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോമൺ ആയിട്ടുള്ള ഒരു കോളം ഉണ്ടായിരിക്കും. ആ കോളം തമ്മിൽ കമ്പയർ ചെയ്ത് ആ കോളം കൊണ്ട് ആ ടേബിൾസിനെ ലിങ്ക് ചെയ്ത് അത് ഒരു ഒറ്റ ടേബിളിൽ നിന്ന് നമ്മൾ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന പോലെ, റോസിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ അതിൽ കൂടുതലോ ടേബിൾസിനെ ലിങ്ക് ചെയ്ത് നമുക്ക് ഡേറ്റാസ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതും നമുക്ക് ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നതും സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സിൻടാക്സ് നോക്കാം. എന്താണ്? സെലക്ട് ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഫ്രം ടേബിൾ ലിസ്റ്റ് വെയർ കണ്ടീഷൻ. ഇവിടെ ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പർട്ടിക്കുലർ റിലേഷൻ ഇല്ലെങ്കിൽ ടേബിൾ, ആ ടേബിളിൽ നമ്മൾ സെലക്ട് ക്വറി ഉപയോഗിച്ച് ആ ടേബിളിൽ നിന്നും ഏതൊക്കെ കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ടേബിളിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ആട്രിബ്യൂട്ട്സിൻ്റെ പേരാണ് ഈ ആട്രിബ്യൂട്ട് ലിസ്റ്റിൻ്റെ അകത്ത് കോമ ഇട്ട് ഓരോ ആട്രിബ്യൂട്ടിൻ്റെ പേര് കോമ അടുത്ത ആട്രിബ്യൂട്ടിൻ്റെ പേര് അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഫ്രം ടേബിൾ ലിസ്റ്റ്, അതായത് ഏതൊക്കെ ടേബിളിൽ നിന്നാണ് നമ്മൾ ആ കോളംസ് എടുക്കുന്നത്, ഏത് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ്റെ പേര്, അത് നമ്മൾ ടേബിൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടീഷൻ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടുപ്പിൾസിനെ എല്ലാം നമ്മുടെ ടേബിൾ ലിസ്റ്റിലുള്ള ടേബിൾസിൽ നിന്നും റിട്രീവ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കണ്ടീഷൻസ് നമ്മൾ എന്താണ് വാല്യൂസ് കമ്പയർ ചെയ്താണ് ആ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലോജിക്കൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ SQL സെലക്ട് ക്വറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ പലതരത്തിലുള്ള ലോജിക്കൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെയർ, ആ കണ്ടീഷൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ പേര്, അതെന്ന് പറയുന്നത് ഇപ്പോൾ സാലറി ഗ്രേറ്റർ ദാൻ 1000 ആകുന്ന കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റോസിനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക ഈ പർട്ടിക്കുലർ ടേബിളിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആകുന്ന കേസിൽ, അല്ലെങ്കിൽ ഈക്വൽ ടു ആകുന്ന കേസിൽ, അങ്ങനെ നമുക്ക് പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെയുള്ള പ്രൊജക്ഷൻ ആട്രിബ്യൂട്ട്സ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെലക്ട് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ആ ആട്രിബ്യൂട്ടിൻ്റെ പേരില്ലേ, ഈ പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസൊക്കെയാണ് നമുക്ക് ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ശേഷം റിട്രീവ് ചെയ്യേണ്ടത്. സെലക്ഷൻ കണ്ടീഷൻ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ കഴിഞ്ഞുള്ള കണ്ടീഷൻ ഇല്ല, അതാണ് നമ്മുടെ സെലക്ഷൻ കണ്ടീഷൻ. എന്നാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ടേബിളിലുള്ള ടുപ്പിൾസിനെ മാത്രം റിട്രീവ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ടേബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു ക്വറി നോക്കാം. എന്താണ് പറയുന്നത്? ബർത്ത് ഡേറ്റും
അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്യിക്കുക ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ. ആ എംപ്ലോയിയുടെ പേരെന്ന് പറയുന്നത് ജോൺ ബി സ്മിത്ത് ആണ്. ഇപ്പോൾ ജോൺ ബി സ്മിത്ത് എന്ന പേരുള്ള എംപ്ലോയിയുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും റിട്രീവ് ചെയ്യുക. അപ്പം കൺസിഡർ ചെയ്യുക, നമ്മുടെ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്നാണ്. ടേബിളിൻ്റെ അകത്ത് ബി ഡേറ്റ് എന്നും അഡ്രസ്സ് എന്നും പറഞ്ഞ 2 ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളംസ് ഉണ്ട്. അപ്പോൾ അവിടെ എഫ് നെയിം, എം മിനിറ്റ്, എൽ നെയിം എന്ന് പറയുന്ന 3 കോളംസും കൂടെ ഉണ്ട്. എഫ് നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിമാണ്, എം മിനിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നെയിമാണ്, മിഡിൽ നെയിമാണ്, എൽ നെയിം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നെയിമാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഇപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ജോൺ ബി സ്മിത്ത് എന്നാണ്. അപ്പോൾ ജോൺ എന്ന് പറഞ്ഞ എഫ് നെയിം, ബി എന്ന് പറഞ്ഞ എം മിനിറ്റ് വരും, സ്മിത്ത് എന്ന് പറഞ്ഞ എൽ നെയിം വരും നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൽ ബേസ് ചെയ്തിട്ട് ഒരു സെലക്ട് ക്വറി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? സെലക്ട് ഏതൊക്കെ കോളംസാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്? ബർത്ത് ഡേറ്റും അഡ്രസ്സും. അപ്പോൾ ഞാൻ ഓർത്തു എന്താണ് അതിൻ്റെ കോളം നെയിം എൻ്റെ ടേബിളിൽ? ബി ഡേറ്റും അഡ്രസ്സും. ഫ്രം ഏതാണ് എൻ്റെ ടേബിളിൻ്റെ പേര്? എംപ്ലോയി. വെയർ ഇനി നമ്മുടെ കണ്ടീഷൻ വരികയാണ്. ഇവിടെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈക്വൽ ടു ആണ് കണ്ടീഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത റോസിനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ ആൻഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എഫ് നെയിം ഫസ്റ്റ് നെയിം ജോൺ ആയിരിക്കണം, എം മിനിറ്റ് എന്ന് പറയുന്നത് ബി ആയിരിക്കണം, എൽ നെയിം എന്ന് പറഞ്ഞാൽ സ്മിത്ത് ആയിരിക്കണം. ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ ബി ഡേറ്റും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്യിക്കണം. അങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചു. ഇനി അടുത്ത ഒരു SQL ക്വറി നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? റിട്രീവ് ചെയ്യുക നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹു വർക്ക് ഫോർ ദ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും പേരും അഡ്രസ്സും റിട്രീവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ 2 ടേബിൾ ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം അവിടെ നമുക്ക് ആവശ്യമുള്ള ടേബിൾസ് ആണ്, അല്ലെങ്കിൽ ടേബിൾസ് അല്ല കോളംസ് ആണ് എഫ് നെയിം, എൽ നെയിം, അഡ്രസ്സ്. എഫ് നെയിമിൻ്റെ അകത്തും എൽ നെയിമിൻ്റെ അകത്തു നിന്നും നമുക്ക് എംപ്ലോയീസിൻ്റെ നെയിം കിട്ടും, അഡ്രസ്സ് എംപ്ലോയിയുടെ അഡ്രസ്സ്. അപ്പോൾ ഈ 3 കോളമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. ഏതൊക്കെ ടേബിളിൽ നിന്നാണ്? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ കൊടുക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ടാണ് ഡി നെയിം എന്ന് പറയുന്നത്. ആ ഡി നെയിം എന്ന് പറയുന്ന ആ ആട്രിബ്യൂട്ട് റിസർച്ച് ആയിരിക്കണം. പിന്നെ നമുക്കറിയുന്നത് വേറൊരു കാര്യമാണ്, ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഡി നമ്പറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഡി നമ്പർ, അതായത് എംപ്ലോയ്മെൻറ്റ് ടേബിളിനകത്ത് DNO ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് ഡി നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ SQL ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ആ 2 ടേബിൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയുന്നു? ഡി നെയിം എന്ന് പറഞ്ഞ റിസർച്ച് അറിയിക്കണം. അത് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിൽ നമുക്ക് എടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിലുള്ള ഡി നമ്പരും എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ ഡി നമ്പരും DNOയും ഈക്വൽ ആയിരിക്കണം. ആ കേസിൽ വരുന്ന എഫ് നെയിമും എൽ നെയിമും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ ഈ SQL ക്വറിയിലൂടെ നമ്മൾ 2 ടേബിൾസ് തമ്മിൽ ലിങ്ക് ചെയ്യിച്ച് ആ 2 ടേബിൾ ഒരു ടേബിൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വറി എന്ന് പറയുന്നത്? നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എഫ് നെയിം, എൽ നെയിം, അഡ്രസ് ആണ്. സോ സെലക്ട് എഫ് നെയിം, എൽ നെയിം, അഡ്രസ് ഫ്രം നമ്മൾ 2 ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്, എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറഞ്ഞ റിസർച്ച് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് ഡി നെയിം എന്ന് പറയുന്ന കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യും ഡി നെയിം എന്ന് പറയുന്ന റിസർച്ച് ആയിരിക്കണം. അതിൻ്റെ കൂടുതൽ എന്താണ്? എംപ്ലോയി എന്ന ടേബിളിനകത്താണ് എഫ് നെയിമും എൽ നെയിമും അഡ്രസ്സും ഉള്ളത്. സോ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യും, എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിനകത്തുള്ള ഡി നമ്പരും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്തുള്ള ഡി നമ്പരും എംപ്ലോയിയിലുള്ള DNOയും ഈക്വൽ ആകുന്ന കേസിൽ വരുന്ന ഡി നെയിം റിസർച്ച് ആകുന്ന എഫ് നെയിം, എൽ നെയിം, അഡ്രസ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ അടങ്ങിയ റോസ് കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്തു. അതാണ് ഇവിടെ റിസൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എന്താ പറയുന്നത്? ഫോർ എവറി പ്രൊജക്റ്റ് ലൊക്കേറ്റഡ് ഇൻ സ്റ്റാഫോർഡ് ലിസ്റ്റ് ദ പ്രൊജക്റ്റ് നമ്പർ, the controlling department number,
ആൻഡ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ലാസ്റ്റ് നെയിം, അഡ്രസ്, ബർത്ത് ഡേറ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ എനിക്കറിയാം? പ്രൊജക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി എന്നിങ്ങനെ 3 ടേബിൾസ് എനിക്കിവിടെ ഉപയോഗിക്കാനുണ്ടെന്ന് മനസ്സിലായി ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പി നമ്പർ, ഡി നം, എൽ നെയിം, അഡ്രസ്സ്, ബി ഡേറ്റ്, ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫൈൻഡ് ചെയ്തു. പിന്നെ ഈ ആട്രിബ്യൂട്ട്സ് ഉള്ള റോസ്, ആ റോസ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡി നമ്പറും എംപ്ലോയിയിലുള്ള ഡി നമ്പറും ഈക്വൽ ആയിരിക്കണം. മാത്രമല്ല MGR SSN എന്ന് പറയുന്നത് SSN ആയിരിക്കണം. ലൊക്കേഷൻ, പ്രൊജക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫോർഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനും കൂടെ ഞാൻ ഫൈൻഡ് ചെയ്തു. അപ്പോൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊജക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി എന്ന് പറഞ്ഞ ഈ ടേബിളിലുള്ള പി നമ്പർ, ഡി നമ്പർ, എൽ നെയിം, അഡ്രസ്സ്, ബി ഡേറ്റ് എന്ന് പറഞ്ഞ ഈ കോളംസ് എല്ലാം എനിക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ എങ്ങനെ പറയും? സെലക്ട് പി നമ്പർ, ഡി നം, എൽ നെയിം, അഡ്രസ്, ബി ഡേറ്റ് ഫ്രം പ്രൊജക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി വെയർ ഡി നം ഈക്വൽ ടു ഡി നമ്പർ ആൻഡ് MGR SSN ഈക്വൽ ടു SSN ആൻഡ് പി ലൊക്കേഷൻ ഈക്വൽ ടു സ്റ്റാഫോർഡ്. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ടേബിൾസൊക്കെ നമ്മൾ ഉപയോഗിച്ച് ആ ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സിനെയും റോസിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന നേരത്ത് ചില കേസുകളിലൊക്കെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസിന് സെയിം കോളം വാല്യൂസ്, ആട്രിബ്യൂട്ട് നെയിംസ്, ഒരു കോളം വാല്യൂസിലെ കോളം നെയിംസ്, ആട്രിബ്യൂട്ട് നെയിംസ് വരാം. അപ്പോൾ അവിടെ ഒരു ആംബിഗ്വിറ്റി, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന 2 ടേബിളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ വരികയാണ്, നെയിം എന്ന് പറയുന്നത് റിസർച്ച് ആയിരിക്കണം, ഡി നമ്പർ എന്ന് പറയുന്ന ഈ കോളം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലും ഉണ്ട്, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡി നമ്പർ ഏത് ടേബിളിൻ്റെ ആണെന്ന് എങ്ങനെ അറിയും? അങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണോ നമ്മുടെ റിലേഷൻ്റെ പേര് അതിനെ ആ കോളം നെയിം അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിൻ്റെ മുമ്പായിട്ട് പ്രീ അപ്പൻഡ് ചെയ്യുന്നു വിത്ത് ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എഫ് നെയിം, എംപ്ലോയി ഡോട്ട് നെയിം, അഡ്രസ്സ് ഇതിന് സെലക്ട് ചെയ്യുന്നു. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിനകത്തുള്ള നെയിം, എഫ് നെയിം, അഡ്രസ്സ് ഇത് സെലക്ട് ചെയ്തു ഫ്രം എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന 2 ടേബിളിൽ നിന്ന്. വെയർ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ നെയിം എന്ന് പറയുന്നത് റിസർച്ച് ആയിരിക്കണം. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള ഡി നമ്പരും എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള ഡി നമ്പരും ഈക്വൽ ആകണം. ആ കേസിൽ വരുന്ന ആ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫ് നെയിം, എംപ്ലോയി നെയിം, അഡ്രസ്സ് ഉള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള റോസ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് ഡിസ്പ്ലേ ചെയ്യിക്കുക. അതാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വെയർ ക്ലോസ് ഇല്ലാതെ നമുക്ക് ഈ സെലക്ട് കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പം വെയർ ക്ലോസ് ഇല്ലെങ്കിൽ അതിനർത്ഥം എല്ലാ ടുപ്പിൾസും ഡിസ്പ്ലേ ചെയ്യിക്കാവുന്നതാണ്. ഇനി ക്രോസ് പ്രൊഡക്റ്റ്, ടുപ്പിൾ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം സെലക്ട് ഓൾ എംപ്ലോയീസ് SSN ആൻഡ് ഓൾ കോമ്പിനേഷൻ ഓഫ് എംപ്ലോയീസ് SSN ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി നെയിം ഇൻ ദ ഡേറ്റാബേസ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാ എംപ്ലോയീസ് SSN ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനെ SSN എന്ന് പറയുന്ന എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള ആട്രിബ്യൂട്ടുള്ള എല്ലാ റോസിനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക. അതുപോലെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള SSN ഡി നെയിമിൻ്റെ എല്ലാ കോമ്പിനേഷനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക. എങ്ങനെ പറയും? സെലക്ട് SSN ഫ്രം എംപ്ലോയി. പിന്നെ അടുത്ത കുറേ എന്താണ്? സെലക്ട് SSN ഡി നെയിം ഫ്രം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ 2 ടേബിളിൽ നിന്നും SSN ഡി നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടുള്ള എല്ലാ റോസുമുള്ള ഒരു ടേബിൾ നമ്മൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും ഈ കുറേ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഒരു കുറേ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ പർട്ടിക്കുലർ ആ ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ആ പർട്ടിക്കുലർ ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിൻ്റെയും പേര് കോമയിട്ട് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർ ആസ്റ്ററിസ്ക്
ഉപയോഗിക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ ഡി നമ്പർ ഈക്വൽ ടു 5. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഡി നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ 5 ആയിട്ട് വരുന്ന എല്ലാ റോസിനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ എല്ലാ കോളംസും ഉണ്ടാകും ആ ടേബിളിലുള്ള. അടുത്തെന്താണ് പറയുന്നത്? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് വെയർ ഡേ നെയിം ഈക്വൽ ടു റിസർച്ച് ആൻഡ് ഡി നമ്പർ ഈക്വൽ ടു DNO ഈക്വൽ ടു ഡി നമ്പർ. അതെന്താ പറയുന്നത്? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ഡിസ്പ്ലേ ചെയ്യിക്കണം. ആ ആട്രിബ്യൂട്ട്സിൽ വരുന്ന റോസ് എന്തൊക്കെയായിരിക്കണം? ഡി നെയിം റിസർച്ചും എംപ്ലോയിയുടെ DNOയും ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി നമ്പറും ഈക്വലായിട്ട് വരുന്ന ഡി നെയിം റിസർച്ചായിട്ട് വരുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ റോസും. ആട്രിബ്യൂട്ട്സ് കോളംസ് കാണും, എല്ലാ റോസിനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ റോസിനെയും എല്ലാ കോളംസിനെയും ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ക്വറി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ടുപ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ SQL ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന ടുപ്പിൾസിൽ നിന്നും ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് സെലക്ട് ക്ലോസിൻ്റെ കൂടെ ഉപയോഗിക്കും. അപ്പം എന്താണ്? റിട്രീവ് ദി സാലറി ഓഫ് എവരി എംപ്ലോയി ആൻഡ് ഓൾ ഡിസ്റ്റിങ്ക്റ്റ് സാലറി വാല്യൂസ്. അപ്പോൾ നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലുള്ള എല്ലാ സാലറിയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓൾ ഉപയോഗിക്കും. സെലക്ട് ഓൾ സാലറി ഫ്രം എംപ്ലോയി. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സാലറി മാത്രം മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ന് വെച്ചാൽ സാലറിയുടെ വാല്യൂ ഇപ്പോൾ 10,000 എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ റോയിൽ പല പ്രാവശ്യം വന്നെങ്കിൽ അത്രയും ഒരു 5 പ്രാവശ്യം വന്ന 5 പ്രാവശ്യവും ഡിസ്പ്ലേ ചെയ്യിക്കും ഓൾ സാലറിയിൽ. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം കാണിക്കത്തുള്ളൂ. അപ്പോൾ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് സാലറി ഫ്രം എംപ്ലോയി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്ട്രിങ് പാറ്റേൺ മാച്ചിങ് ആൻഡ് അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കിപ്പം ചില കേസുകളിലൊക്കെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഇന്ന ലെറ്റർ സ്റ്റാർട്ടിങ് വന്ന എംപ്ലോയിയുടെ പേരെന്താണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാറ്റേൺ മാച്ചിങ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും ഈ SQL ക്വറീസിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലൈക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇത് സ്ട്രിങ് പാറ്റേൺ മാച്ചിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഇത് സിമ്പിൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് റീപ്ലേസ് ചെയ്യുന്നു ആർബിട്രറി നമ്പർ ഓഫ് 0 ഓർ മോർ ക്യാരക്ടേഴ്സിനെ. അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഇത് റീപ്ലേസ് ചെയ്യുന്നു സിംഗിൾ ക്യാരക്ടറിനെ. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. പിന്നെ നമുക്ക് ഓർഡർ ബൈ എന്ന് പറഞ്ഞ ക്ലോസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം സെലക്ട് കുറേ ഉപയോഗിച്ചിട്ട് നമ്മൾ റോസിനെയും കോളംസിനെയൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അപ്പോൾ അത് ഒരു ഡിഫോൾട്ട് ഓർഡറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ആ ഡീറ്റെയിൽസിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിക്കാം. അപ്പോൾ DESC എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഓർഡർ ബൈ നമ്മൾ കോളത്തിൻ്റെ പേര് സ്പേസ് DESC എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നെങ്കിൽ ആ ഡിസെൻഡിങ് ഓർഡറിൽ ആ പർട്ടിക്കുലർ വാല്യൂയുടെ ബേസിസിൽ പർട്ടിക്കുലർ കോളത്തിൻ്റെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂയുടെ ബേസിസിൽ ഡിസെൻഡിങ് ഓർഡറിൽ കംപ്ലീറ്റ് ടുപ്പിൾസും ഡിസ്പ്ലേ ആകും. കീവേഡ് ASC എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ എഴുതും? ഓർഡർ ബൈ ഞാൻ പറഞ്ഞില്ലേ, ആ കോളത്തിൻ്റെ പേര് ഡിസെൻഡിങ് ഓർഡറിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് DESC എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ആയിട്ടുള്ള റിട്രീവിങ് ക്വറീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെലക്ഷൻ, പ്രൊജക്ഷൻ, ജോയിൻ കേപ്പബിലിറ്റീസ്, SQL സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. പിന്നെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരുപാട് ഫങ്ഷൻസും നമ്മൾ ഇതിൽ കമാൻഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. പിന്നെ ജോയിൻ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് SQL പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെപ്പറ്റി ഒരു വീഡിയോ അടുത്തതായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.